സിനിമ സെറ്റുകളുടെ സ്വഭാവം മാറിപ്പോയി. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടന് ഒരിടയ്ക്ക് ഒരു അംബാസഡർ കാറ് മേടിച്ചു. അപ്പൊ ആ കാറ് പുള്ളിക്ക് ഓടിക്കാനൊന്നും അറിയില്ല. അപ്പൊ ഓടിക്കാൻ ഒരു ചങ്ങാതിനെ വെച്ചൊരു ഡ്രൈവറെ. അവൻ ഭയങ്കര കുഴപ്പക്കാരനായിട്ടുള്ളൊരു ചങ്ങാതിയായിരുന്നു. ഉണ്ണിച്ചേട്ടൻ അഭിനയിക്കുന്ന സമയത്തൊക്കെ മൂപ്പരപ്പുറത്ത് ഒരു സ്മോളൊക്കെ അടിക്കും. എന്നിട്ട് ഓണിയുടെ ഉണ്ണിയുടെ കഴിഞ്ഞോ എന്നൊക്കെ. ഓണിയുടെ പരസ്യത്തിന് ഉണ്ണിയേട്ടൻ ഡ്രൈവർ ഓണിയുടെ ഉണ്ണി എന്ന് വിളിക്കുന്നു. അപ്പം ഉണ്ണിയേട്ടൻ മുടി മൊട്ടടിച്ചിരിക്കുന്നു ഓണിയുടെ ഉണ്ണി. ഈവൻ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ഞാനൊരു പ്രാവശ്യം റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ ഉണ്ണിയേട്ടൻ്റെ കാറ്, അപ്പം നമുക്കറിയാലോ ദൂരെ നിന്ന് കാണുമ്പോഴേക്കും ഇപ്പം ഒറ്റ പോക്കാണ്. ഒരു ദിവസം ഉണ്ണിയേട്ടനോട് പറഞ്ഞു, ഉണ്ണിയേട്ട ഈവൻ ശരിയല്ല, നിങ്ങൾ വേറെ ആരും വിളിക്കില്ല, നിങ്ങളുടെ ജീവൻ ആപത്തിലാവും. പാവാണ്, ഇത് ബഹളം ഉണ്ടെന്നേ ഉള്ളൂ, പാവാണെന്ന്. അടുത്ത ദിവസം എന്നെ കണ്ടപ്പോൾ ഇവൻ എൻ്റെ അടുത്തേക്ക് വന്നു. നിങ്ങൾ എന്റെ പണി കളയാൻ നോക്കിയല്ലേ ഉണ്ണിയേട്ടൻ പറഞ്ഞിരിക്കണ അവരോട്. അപ്പൊ ഞാൻ പറഞ്ഞു, നീ അയാളൊരു വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്, നീ ഇങ്ങനെ കൊണ്ടുപോയി അയാളെ കൊന്നുകളയും, അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നെയാണ്. അപ്പൊ അവൻ എന്റെ പൊന്ന് ചേട്ടാ, എനിക്ക് ജീവനിൽ കൊതിയില്ലേ, ഈ ഓണിയുടെ പുറകിലിരുന്നിട്ട് സ്പീഡ് പോടാന്ന് പറയും. ഞാൻ പേടിച്ച് ചവിട്ടി വിടണാണ്. ഷൂട്ട് കഴിഞ്ഞ് റൂമിൽ ചെന്ന് കഴിഞ്ഞ ഉണ്ണിയേട്ടനൊരു ബിയറൊക്കെ കഴിക്കും. അപ്പൊ ഷൂട്ട് ഇനി വരില്ലല്ലോ, ഷോട്ടില്ലല്ലോ എന്നൊക്കെ എല്ലാം ക്ലിയർ ചെയ്തിട്ടാണ്. സത്യേട്ടന്റെ പടത്തിലൊക്കെ സത്യേട്ടന്റെയും കമൽ സാറിനെയൊക്കെ ഭയങ്കര റെസ്പെക്റ്റാണ്. അപ്പം ബിയർ കഴിച്ചിട്ട് പിന്നെ സെറ്റിൽ വരിക എന്നുള്ളതൊന്നും പുള്ളിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ ചോദിക്കും, നമ്മൾ അസിസ്റ്റൻസിനോടൊക്കെ വന്ന് ചോദിച്ചിട്ട് ഉറപ്പിക്കും ഇല്ല എന്ന്. അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം സത്യേട്ടന്റെ സെറ്റിൽ നിന്ന് പുള്ളി പോയി. റൂമിൽ ചെന്ന് പുള്ളി 2 ബിയറൊക്കെ അടിച്ച് ഇങ്ങനെ കഥകളിപ്പതൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സത്യേട്ടൻ പറഞ്ഞു, അയ്യോ ഉണ്ണിയേട്ടൻ്റെ ഒരു ഷോട്ട് എടുക്കാൻ പറഞ്ഞു, ഒന്ന് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഉണ്ണിയേട്ടനെ തിരിച്ച് വിളിക്കാൻ ആള് തന്നു. അപ്പോൾ ഞാൻ എന്ത് ചതിയോടോ കാണിച്ചത്, ഞാൻ ചോദിച്ചതല്ലേ കഴിഞ്ഞു എന്ന് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞു. സാരില്ല, ഒരു ഷോട്ടേ ഉള്ളൂ, സത്യേട്ടനൊക്കെ അറിയാലോ കഴിക്കുന്നത്. അല്ല എന്നാലും സെറ്റിൽ അങ്ങനെ സത്യൻ്റെ സെറ്റിൽ അങ്ങനെ പോകാൻ പറ്റും. അങ്ങനെ അവസാനം പുള്ളി വന്നു, സെറ്റിൽ വന്ന് ഷോട്ട് എടുത്ത് കഴിഞ്ഞിട്ട് സത്യേട്ടൻ പുള്ളിയുടെ ചെവിയിൽ പറഞ്ഞു, ഉണ്ണിയേട്ടാ മറ്റേന്റെ മണം പിന്നെയും സഹിക്കുക, ഈ അമൃതാഞ്ജന്റെ മണം മൂക്കിലും നെറ്റിയിലും കഴുത്തിലൊക്കെ ഓവറായിട്ട് ഇതിന്റെയും മറ്റേന്റെയും കൂടി ഒരു വിചിത്രമായ മണം. അദ്ദേഹം മ്യൂസിക് കമ്പോസ് ചെയ്യും. അപ്പൊ അങ്ങനെ 10 ലളിത ഗാനങ്ങൾ പുള്ളി കമ്പോസ് ചെയ്തു. അപ്പൊ ചോദിച്ചാൽ എന്താ പേര്, ആൽബത്തിന്റെ പേരെന്ന്? ദശപുഷ്പങ്ങൾ എന്താണ് ഇതിന്റെ പേര്. അങ്ങനെ ദശപുഷ്പങ്ങളുടെ ഒരു കാസ്റ്റ് ഞാൻ പോയി മേടിച്ചു, ഇദ്ദേഹം ചെയ്തതാണ്. അതിൽ നോക്കിയപ്പോ 11 പാട്ടുണ്ട്. ദശം എന്ന് പറഞ്ഞാൽ 10ആണ്. അപ്പൊ ഞാൻ ദശപുഷ്പം എന്ന് പേരിട്ടിട്ട് 11 പാട്ട് എന്താ അതില്? അത് ട്യൂൺ ചെയ്തപ്പോ ഒരു ട്യൂൺ അധികം വന്നു. അപ്പൊ പിന്നെ അതിനും കൂടി മറ്റാള് ഉണ്ണിയേട്ടനൊരു ഭയങ്കര പ്രസ്ഥാനമായിരുന്നു. പക്ഷെ പുള്ളിയുടെ ഒരു ഭയങ്കര ഒരു നന്മ എന്താന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് കിഡ്നി പ്രോബ്ലം ഒക്കെ വന്നു. ലാസ്റ്റ് അങ്ങനെ അധികം സിനിമകളിൽ ഒന്നും പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ ചാന്തോട്ട് ചെയ്യണം. അപ്പൊ ചാന്തോട്ട് തുടങ്ങാൻ പോകണമെന്ന് പറഞ്ഞപ്പോ എപ്പോഴാണ് മെയിൻ മുക്കവൻ എപ്പോഴാണ് വരേണ്ടത് എന്നിട്ട് വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതില് ഉണ്ണിയേട്ടനെ ഞാൻ കാസ്റ്റ് ചെയ്യുന്നില്ല, കാരണം ഫുൾ കടപ്പുറത്താ ഷൂട്ടിങ്, വെയില് പ്രശ്നമാണ്, വേർപ്പിറങ്ങാൻ പാടില്ല, അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് പുള്ളിക്ക്. അപ്പൊ ഇതില് എന്തായാലും നമുക്ക് വന്നു കഴിഞ്ഞാലും നോക്കാനൊന്നും പറ്റില്ല. അന്ന് ഈ കാരവന്റെ പരിപാടിയൊന്നും ഇല്ല. അങ്ങനെ ആ സിനിമ വർക്ക് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അപ്പൊ അതിന്റെ കുറച്ച് പൈസ ലൊക്കേഷനിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഉണ്ണിയേട്ടനെ വിളിച്ചു, ഉണ്ണിയേട്ട പൈസയൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇപ്പൊ ഡയാലിസിസ് ആഴ്ചയിൽ 2 എണ്ണം വെച്ച് നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, കുറച്ച് പൈസ ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കൊടുത്തു വിടാം, എൻ്റെ കയ്യിൽ ഇപ്പോൾ കാശുണ്ട്. അപ്പോൾ പറഞ്ഞാൽ ചോദിച്ചത് സന്തോഷം, പൈസ ഒന്നും വേണ്ട. അപ്പോൾ വേറൊരാൾ സിനിമയിലുള്ള ഒരാൾ ഡയാലിസിസ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, നീ പറ്റുന്നുണ്ടെങ്കിൽ അവന് കുറച്ച് പൈസ കൊണ്ടേ കൊടുക്കുക, അവന് ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ പുള്ളിക്ക് അറിയാം എനിക്ക് കിട്ടുന്ന പൈസ എത്രയാണെന്നും
എനിക്ക് എത്രയാണ് സ്പെയർ ചെയ്യാൻ പറ്റാതെ അത് പുള്ളിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടില്ല. അപ്പൊ ഞാൻ ആ ആളായിട്ട് അത്ര വലിയ ബന്ധമൊന്നുമില്ല, അറിയാം, ഒരു സിനിമ വെച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അങ്ങനെ ഞാൻ അയാളുടെ വീട്ടിൽ നേരെ പോയിട്ട് ആ പൈസ കൊണ്ടേ കൊടുത്തു. അതാ ഉണ്ണിയേട്ടൻ. ഭയങ്കര അവരുടെയൊക്കെ ഒരു, അവരെ ശരിക്കും മിസ് ചെയ്യും സിനിമ. ഇപ്പൊ പറയുമ്പോ തന്നെ ലൈക്ക് വി ക്യാൻ റിലേറ്റ്. Masters.